ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയും. സോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ പലരും നമ്മുടെ റിവിഷൻ ടൈമിലൊക്കെ പലർക്കും മോസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി മോസ് പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ, നമുക്ക് ആ മാർക്ക് കിട്ടാനും എളുപ്പമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗേറ്റ് എക്സാമിൻ്റെ അനാലിസിസ് ഒന്ന് നടത്താം. അതായത് 2015 ഗേറ്റ് എക്സാമിൻ്റെ ആണിത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2015 മുതൽ 2024 വരെ നടന്ന പരീക്ഷകളിലെ ആവറേജ് സബ്ജക്ട്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ടെക്നിക്കൽ കാറ്റഗറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 2015 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആവറേജ് വെയിറ്റേജ് ആണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് നമുക്കുള്ളത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് സബ്ജക്റ്റ് ആദ്യം പഠിച്ച് തുടങ്ങണം എന്ന് ഡൗട്ടുള്ളവർക്ക് സിവിലിൽ വിശ്വസിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. എന്തായാലും നമുക്ക് ഒരു 13 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് എല്ലാ വർഷം ഓൺ ആവറേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പഠിക്കുന്ന ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള കാര്യമായിരിക്കും. സോ ഏതെങ്കിലും 3 സബ്ജക്ട്സ് ആണ് അല്ലെങ്കിൽ ഒരു 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന സബ്ജക്ട്സ് ആണ് ജിയോടെക്, എൻവയോൺമെൻറ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ടെക്നിക്കൽ പാർട്ട് നമ്മുടെ സ്ട്രോങ് ആവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നോക്കിക്കേ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്, ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒരു 6 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. സ്ട്രക്ചറൽ അനാലിസിസും അതേ റേഞ്ചിൽ 6 ഉണ്ട്. RCC ആൻഡ് പ്രീ സ്ട്രെസ് 6 ഉണ്ട്. ദെൻ ഹൈഡ്രോളിക്സ് കുറച്ച് കൂടുതലുണ്ട്, 8 ഉണ്ട്. ദെൻ ഹൈഡ്രോളജി ഒരു 5, ദെൻ സർവേ 5, ഇറിഗേഷനൊക്കെ വളരെ കുറവാണ് 1, അതുപോലെ തന്നെ സ്റ്റീൽ കുറവാണ് 1, എഞ്ചിനീയർ മെക്കാനിക്സ് 1, ബിൽഡിംഗ് മെറ്റീരിയൽസ് 1, CPM ബേർട്ട് 1. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ആ ഒരു വേറെ എക്സാംസിനൊക്കെ പഠിക്കുന്ന പോലെയല്ല, നമ്മൾ സ്റ്റേറ്റ് എക്സാംസിനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും SSC JEക്ക് പഠിക്കുമ്പോഴും RRB JEക്കും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ആൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. പക്ഷേ നമുക്ക് ഗേറ്റ് എക്സാമിന് നിർഭാഗ്യവശാൽ ഏറ്റവും കുറവ് വെയിറ്റേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റ് ഓഫ് കോഴ്സ് ജിയോ ടെക്നിക്കലും എൻവയോൺമെൻറ്റലും ട്രാൻസ്പോർട്ടേഷനുമാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അനാലിസിസ് കാണിച്ചതാണ്. നമ്മളിവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന മെക്കാനിക്സ് സോളിഡ്സ് ആണ്. ഇനി ഗേറ്റ് 30 വർഷം എടുക്കാം. 30 വർഷത്തിൽ നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ഗേറ്റിൻ്റെ മോസിൻ്റെ ഓരോ ടോപ്പിക്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഏകദേശം 30ഓളം മാർക്കുന്നുണ്ട്. SFD-BMD ഒരു 20 ഉണ്ട്. ഡിഫ്ലക്ഷൻ കണ്ടോ, 50% നമുക്ക് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് എന്നല്ല, 50% ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. അപ്പം മോസിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. ഡയറക്റ്റ്ലി പോയി സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ പഠിക്കാൻ പറ്റത്തില്ല. SFD-BMD പഠിച്ചാൽ മാത്രമേ ഡിഫ്ലക്ഷൻ പഠിക്കാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ നിന്ന് 20% ഉണ്ട്. കമ്പൈൻ സ്ട്രെസ് കുറവാണ്. ദെൻ ബെൻഡിങ് സ്ട്രെസ് കുറവാണ്. ഷിയർ സ്ട്രെസ് ഒരു 10%, ടോർഷൻ ഒരു 8%, കോളം ഒരു 12%, ദെൻ തിക്ക് ആൻഡ് തിൻ സിലിണ്ടർ വളരെ കുറവ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്പ്രിംഗ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ 30 വർഷത്തെ ഒരു 30+ ഇയേഴ്സിൻ്റെ അനാലിസിസ് ആണ് ഈ കാണിച്ചത്. ഇനി ഓൺ ആവറേജ് നമുക്ക് നോക്കാം, 15 മുതൽ 24 വരെയുള്ള നമ്മൾ അനാലിസിസ് നോക്കിയാലും പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ, പിന്നെ സ്ലോപ്പ് ഓഫ് ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ മോസ് എടുത്ത് പഠിക്കുമ്പോൾ നിർബന്ധമായും സെലക്റ്റീവ് സ്റ്റഡി നടത്തണമെങ്കിൽ നമുക്ക് പഠിക്കേണ്ട പോർഷനാണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസും. ഇത് രണ്ടും മിസ്സാക്കാതെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം നോക്കിക്കേ. ബാക്കി നമുക്ക് കമ്പൈൻ സ്ട്രെസ്, പിന്നെ നമുക്ക് ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ടോർഷൻ, കോളം, തിക്ക് ആൻഡ് തിൻ സിലിണ്ടർ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്പ്രിംഗ് ഒക്കെ ഓൺ ആവറേജ് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയലും സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനുമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസ് ഒന്ന് നോക്കാം. സ്ട്രക്ചറൽ അനാലിസിസ് നമ്മൾ ആവറേജ് നോക്കുവാണെങ്കിൽ ഇൻഡിറ്റർമിനസിയിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻ, ദെൻ ഫോഴ്സ് മെത്തേഡിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, ട്രസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ട്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മൾ ട്രസ് അനാലിസിസ് എന്തായാലും മിസ്സാക്കാതെ പഠിക്കുന്നു. രണ്ടാമതുള്ള ആളാണ് ILD മിസ്സാക്കാതെ പഠിക്കുന്നു. ദെൻ മെട്രിക്സ് മെത്തേഡ്, ആർച്ചസ്, സ്ട്രക്ചറൽ ഡൈനാമിക്സ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാലായി. ദെൻ മെട്രിക്സ് മെത്തേഡും അത്രയും ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ല ജോബൊക്കെയാണ് നിങ്ങൾ ഗേറ്റിലൂടെ നോക്കുന്നതെങ്കിൽ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ പഠിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ കിട്ടുന്നു, സ്ട്രക്ചറൽ അനാലിസിസ് പഠിക്കാൻ ബുദ്ധിമുട്ട്, പാട് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി പറഞ്ഞാൽ ശരിക്കും ഈ ടോപ്പിക്സ് ഒക്കെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പിന്നെ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, പ്രിൻസിപ്പൽ സ്ട്രെസ്, ടോർഷൻ, തിയറീസ് ഓഫ് ഫെയിലിയർ, കോളം, സ്പ്രിംഗ്, ഷിയർ സെൻറ്റർ ആൻഡ് കമ്പൈൻഡ് സ്ട്രെസ്,
പ്രഷർ വെസൽ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. ഇങ്ങനെ 11 ടോപ്പിക്സ് ആണ് നമുക്ക് ഗേറ്റ് എക്സാമിന് മോസിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം പഠിക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, 11th ടോപ്പിക്. ഇത് രണ്ടുമാണ് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് നോക്കാം. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കർവ്, അതുപോലെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ, ബെൻഡിങ് സ്ട്രെസ്, ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്ട്രെസ്. ഇത്രയും 4 ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ മോസിൽ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബുക്ക് നോക്കാം. റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും റെഫറൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് ക്ലാസ്സസ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ റെഫർ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് ബൈ ഗ്യാർ ആൻഡ് തിമോഷെങ്കോയുടെ ബുക്കാണ്. നല്ല ബുക്കാണ്. സോ യു ക്യാൻ റെഫർ ഫോർ ഗേറ്റ് എക്സാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗേറ്റ് എക്സാമിൻ്റെ അനാലിസിസ് ഒന്ന് വീണ്ടും നോക്കാം. അതായത് 2022 മുതൽ 2024 വരെ ഓരോ സബ്ജക്റ്റിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ്. മാത്തമാറ്റിക്സ് 13 തന്നെയാണ്. ഓൺ ആവറേജ് 12, 13 ആ റേഞ്ചിൽ തന്നെ പോകും. 11 മുതൽ 13 വരെ മാത്സ് കിട്ടും. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നോക്കിയേ, ഒരിടത്ത് 2, 7, 5, 8, 7, 8 ഇങ്ങനെയാണ് പോവാം. അതായത് 5 ആവറേജ് പിടിച്ചോ. ഹൈഡ്രോളജി ഭയങ്കര കുറവാണ്. ദെൻ മെക്കാനിക്സ് ഒക്കെ ചോദിക്കാതിരുന്ന വർഷങ്ങളുണ്ട്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗും ഇങ്ങനെ യൂണിഫോം ഉണ്ട്. 13, 12, 16, 16, 13, 13. ഓൺ ആവറേജ് 13 മുതൽ 16 വരെ ചോദിക്കുന്നുണ്ട്. സ്ട്രക്ചറൽ അനാലിസിസ് നമുക്ക് 8 ചോദിച്ച വർഷങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ നോക്കാതെ പോരുത്. 8 നമ്മൾ എഴുതുന്ന വർഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടുപോകും. പിന്നെ സർവേയിങ് ഒക്കെ വളരെ കുറവാണ്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട് 1010. അതാ ഞാൻ പറഞ്ഞത്, ബിൽഡിംഗ് മെറ്റീരിയൽസിന് വളരെ വെയിറ്റേജ് കുറവാണ് നമ്മുടെ ഗേറ്റ് എക്സാമിന്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റും പക്ഷേ നമ്മളങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. 2024 8 ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. ദെൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് നമുക്കിതുപോലെ 2, 3 സ്റ്റീൽ സ്ട്രക്ചേഴ്സും എല്ലാ എക്സാമിനും വെയിറ്റേജ് കുറവായിട്ടുള്ളൊരു പേപ്പറാണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗും വളരെ കുറവാണ് വെയിറ്റേജ്. ഹൈവേ എഞ്ചിനീയറിംഗ് കണ്ടോ 11, 10, 6, 6, 8, 8. അതായത് 5-ന് മേലെ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. ദെൻ ഓപ്പൺ ചാനൽ ഫ്ലോ വളരെ കുറവാണ്. 5, 4, 3 ആ റേഞ്ചാണ്. എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 14, 13, 13, 10, 10. ഫ്ലൂയിഡ് മെക്കാനിക്സ് 3, 2 ആ റേഞ്ചേ ഉള്ളൂ. റെയിൽവേ ആൻഡ് എയർപോർട്ട് 1, 3 ഒക്കെയാണ്. ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടേ ഇല്ല. ആപ്റ്റിറ്റ്യൂഡ് 15 എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്ക്. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 3, 4 ആ റേഞ്ചിൽ. അപ്പോൾ നോക്കിക്കേ, ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്ക്, മാത്സ് 13 മാർക്ക്, 28 മാർക്കായി. പിന്നെ നമ്മുടെ ജിയോടെക് 13, എൻവയൺമെൻറ്റൽ ഒരു 13, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒരു 10. അപ്പോൾ എത്രയായി? 36 ആകുമ്പോഴത്തേക്ക് നല്ലൊരു സ്കോർ എത്തും. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് മാത്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മസ്റ്റായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ ജിയോ ടെക്നിക്കൽ, ട്രാൻസ്പോർട്ടേഷൻ, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഇവർ 3 കൂടെ തറവായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ മോസ്. അപ്പം 4 സബ്ജക്ട്സും അതുപോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മാത്തമാറ്റിക്സും ആകുമ്പോൾ നിങ്ങൾക്ക് ഗേറ്റിന് നല്ല സ്കോർ കിട്ടും. ആൻഡ് നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുമോ, റിസർച്ച് ആണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബാണോ, എല്ലാം ടാർഗറ്റ് ചെയ്ത് പഠിക്കാം. ജോബാണെങ്കിൽ 75+ സ്കോർ വേണം. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ അലേർട്ടായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗേറ്റിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഗേറ്റിൻ്റെ കോഴ്സസ് നമുക്ക് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.